അപ്പോൾ എല്ലാവർക്കും നല്ലൊരു അടിപൊളി ന്യൂ ഇയർ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ തുടങ്ങുന്നത് കേട്ടോ. ഇപ്പോൾ സമയം രാത്രി 10:10 ഇന്ന് പകൽ മുഴുവൻ കുറേ അലച്ചിലും കാര്യങ്ങളും കുറേ ഉണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഇറങ്ങിയിട്ടതാണ് ഞങ്ങളിപ്പോൾ ഈ 10 മണി ഒരു 9:30 ആയപ്പോഴാണ് നമ്മൾ വീട്ടിലേക്ക് എത്തിയത്. അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്നൊരാഗ്രഹം ന്യൂ ഇയർ ഒക്കെ അല്ലേ, ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് പോയാലോ. അതായത് ഇത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ, ഡിസംബർ 31 രാത്രിയിലെ. അപ്പം നമുക്കൊന്ന് ന്യൂ ഇയർ ഇവിടെ അടുത്തൊക്കെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട് എന്നിങ്ങനെ ജസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഒന്ന് പോയി നോക്കിയാലോ, നമുക്ക് ചെറുതായിട്ടൊന്ന് ന്യൂ ഇയറൊക്കെ ഒന്ന് അടിച്ച് പൊളിച്ച്. എന്താ അപ്പോൾ അത് ബോയ്സിന് മാത്രമേ പറ്റുള്ളൂ, നമ്മൾക്ക് ഗേൾസിനും പോയാലോ എന്നൊക്കെ ഉള്ള രീതിയിൽ ഞങ്ങളിങ്ങനെ ഇറങ്ങിയതാ കേട്ടോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോൾ മൂപ്പരായിരുന്നു നിങ്ങൾ എന്താ ചെയ്തോളി, എനിക്ക് ഉറക്കം വരുന്നുണ്ട്, ഞാൻ കിടക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് ന്യൂ ഇയറൊക്കെ ആയതുകൊണ്ട് പുറത്തൊക്കെ എല്ലാവരും ഉണ്ടാവുമല്ലോ, ഞങ്ങൾ ജസ്റ്റ് നടന്ന് ഇങ്ങനെ പോയി, നടന്ന് ഇങ്ങനെ വരാം, എന്തെങ്കിലുമൊക്കെ ഒരു ഫുഡ് കഴിക്കാം, മെയിനായിട്ട് അത്രയേ ഉള്ളൂ. അപ്പോൾ വലിയ പരിപാടികളൊന്നും എന്തായാലും അരീക്കോടൊന്നും ഉണ്ടാവില്ല, കോഴിക്കോടൊക്കെ പോകുമ്പോഴാണല്ലോ അല്ലേ നല്ല പരിപാടികളൊക്കെ ഉണ്ടാവുക. ജസ്റ്റ് ഞങ്ങളിങ്ങനെ മെല്ലെ നടന്ന് ഇതാ ഞങ്ങൾ മമ്മദൻ്റെ മുൻഭാഗത്ത് എത്തിയിട്ടോ. അവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്കൊരു കൺഫ്യൂഷൻ, ഒന്ന് കേക്ക് സ്റ്റുഡിയോക്ക് പോകണോ അതോ മമ്മതേക്ക് പോകണോ ഫുഡ് കഴിക്കാൻ എന്നുള്ളത്. അപ്പോൾ ഒന്ന് തീരുമാനിക്കാതെ വെറുതെ ഇങ്ങനെ ഒരു എന്താ പറയുക ആടങ്ങാടിക്ക് ഇറങ്ങുക എന്നൊക്കെ പറയില്ല, ആ രീതിയിലാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം ഐറൂസിന് എന്തെങ്കിലും ഒരു ഫുഡ് കൊടുക്കണോ ഇന്ന് പകൽ മുഴുവൻ. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് അലച്ചിലും പിഴിച്ചിലൊക്കെ എന്നൊരു പകൽ, അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ന്യൂ ഇയർ സ്പെഷ്യൽ ആയതുകൊണ്ട് ഇന്ന് അങ്ങോട്ട് ഇടാമെന്ന് കരുതി, അതൊക്കെ നമുക്ക് വേറൊരു ദിവസം അപ്ലോഡ് ആക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് എന്താ പറയുക, അവനിങ്ങനെ ഇന്നത്തെ ഫുഡൊന്നും അധികം കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ഓൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടുന്ന് ഒക്കെ ഹോട്ടലിൽ നിന്നൊക്കെ ആയതുകൊണ്ട് റൈസ് നെയ്ച്ചോറും അതേമാതിരി ഫ്രൈഡ് റൈസും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവനൊരു ശരിക്കൊരു ഫുഡ് കഴിക്കാത്തത് കൊണ്ട് ആദ്യം ഓനൊന്ന് നല്ലൊരു ഫുഡ് വാങ്ങി കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ ഓന് ഈ ദോശയൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ എന്താ പറയുക, ഞങ്ങളെ മാമദൻ്റെയൊക്കെ കുറച്ച് അപ്പുറത്തായിട്ട് ഒരു തട്ടുകട ഉണ്ട്, ഇപ്പോൾ പുതിയ വന്നതാണെന്നൊക്കെയാണ് പറഞ്ഞത്. ഇവിടെ എൻ്റെ മോളൂൻ്റെ ഹസ്ബൻഡ് ഇവിടെ എന്താ ഓനിപ്പോൾ ഇവിടെ അരീക്കോട് സ്ഥാപനം എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ജോലി ഉണ്ടാകുമ്പോൾ അവിടെ വരുമ്പോൾ എന്തെങ്കിലും ചായ കുടിക്കാനോ ഒക്കെ ആയിട്ട് ഈ തട്ടുകടയ്ക്ക് വരാറുണ്ട്. ഇവിടെ അടിപൊളിയാണ്. ഇടയ്ക്ക് മോളൂനെയും കൊണ്ടും വന്നിട്ട് ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് വെച്ച് നമുക്ക് ഏതായാലും അവിടെ കയറിയിട്ട് ഐറൂന് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാം എന്ന് വിചാരിച്ച് കയറിയതാണ്. പക്ഷേ അവിടുത്തെ ഫുഡ് നല്ല അടിപൊളിയായിട്ട് ഉള്ളതുകൊണ്ടും നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ടും ഞങ്ങളിങ്ങനെ ഓരോന്ന് അത് വാങ്ങി ഇത് വാങ്ങി ഓരോന്ന് വാങ്ങിയിട്ട് ആദ്യം തന്നെ ഞാൻ 2 തട്ട് ദോശയാണ് വാങ്ങിയത്. 2 പ്ലേറ്റിലായിട്ട് ഐറൂനും പിന്നെ എക്സ്ട്രാ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കരുതിയിട്ട് അങ്ങനെ തട്ട് ദോശ 2 പ്ലേറ്റ് വാങ്ങിയിട്ടോ. അതിൽ ചട്ടിനിയും ചമ്മന്തി പിന്നെ സാമ്പാറും ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഐറൂന് എരിവില്ലാതെ അങ്ങനെ കൊടുത്തു. പിന്നെ മോളും ഇതും കൂടെ അങ്ങനെ എന്താ പറയുക കറിയൊക്കെ പറഞ്ഞ് അങ്ങനെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഇറച്ചിയും പൂളിയും വെച്ചത് കണ്ടു കേട്ടോ. അതായത് പൂള ബിരിയാണി, കപ്പ ബിരിയാണിയൊക്കെ പറയില്ല, അത് അവിടെ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൊതി. അപ്പോൾ ഞാൻ അതൊരു പ്ലേറ്റ് വാങ്ങി. അത് വാങ്ങി ഞാനും മോളൊക്കെ ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നല്ല ബീഫിൻ്റെ മണം അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ബീഫോ വാങ്ങേണ്ടത് ചിക്കനോ വാങ്ങേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ കണ്ടായിരുന്നു. പിന്നെ അത് ചിക്കൻ എപ്പോഴും വീട്ടിൽ ഞങ്ങളിവിടെ എപ്പോഴും ചിക്കനാണല്ലോ, അപ്പോൾ അതിലുണ്ട് ഞങ്ങൾ ബീഫ് വരട്ടിയത് വാങ്ങാമെന്ന് കരുതിയിട്ട് അതും ഒരു പ്ലേറ്റ് വാങ്ങി. അതും ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ കുറേശ്ശെ കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പിന്നെ എന്താ പറയുക നെയ്വട തന്നെ കിട്ടുള്ളൂ. നെയ്വട തന്നെ ഇപ്പം നെയ്വട തന്നെ കിട്ടുള്ളൂ കേട്ടോ. മറ്റേ നമ്മുടെ ഉഴുന്ന് വട, പിന്നെ നമ്മൾ മസാല ദോശയ്ക്കൊക്കെ കഴിക്കുന്ന ഉഴുന്ന് വട ഉണ്ടല്ലോ, അത് അവിടെ അങ്ങനെ നല്ല ചൂടോടുകൂടി ചുടുന്നുണ്ടായിരുന്നേ. അപ്പോൾ അത് ഓർഡർ ചെയ്തു. അങ്ങനെ അത് 3 എനിക്കും ഇതുമോനും മോളൂനും കൂടി ഓർഡർ ചെയ്തു. അങ്ങനെ അവിടെ കണ്ടതൊക്കെ ഓരോന്ന് ഇങ്ങനെ വാങ്ങി കഴിച്ചു. പിന്നെ ഞങ്ങളെല്ലാവരും ഓരോ ചായ കുടിച്ചു. പിന്നെ അതിന് ശേഷം ഈ സർബത്തില്ല, അത് കണ്ടപ്പോൾ മോളൂന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഓളൊരു ഗ്ലാസ് അത് കുടിച്ചു. അങ്ങനെ ഓരോന്ന് വാങ്ങി കഴിച്ചപ്പോൾ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് തന്നെ അങ്ങോട്ട് വയറ് ഫില്ലായി. പിന്നെ ഒന്നും കഴിക്കാൻ, അല്ലെങ്കിൽ ഞങ്ങൾ മമതയെ പോകണോ അല്ലെങ്കിൽ കേക്ക് സ്റ്റുഡിയോ പോകണം, എന്തെങ്കിലും ഒന്ന് പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അങ്ങോട്ട് ഇല്ല. പിന്നെ ഞങ്ങൾക്ക് പോകാനുള്ള ഒരു നമുക്ക് ഫുഡ് കഴിക്കാൻ വിശന്നാലല്ലേ പോകാൻ തോന്നുള്ളൂ. പിന്നെ അങ്ങോട്ടൊന്നും പോകാനൊരു ഉഷാറില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ വെറുതെ പിന്നെ അവിടുന്ന് ബില്ലൊക്കെ കൊടുത്ത് ഇറങ്ങി ഇതാ പാര ഇങ്ങനെ നടന്നു. എങ്ങനെയെങ്കിലൊക്കെ ഒരു 12 മണി ആക്കണം എന്നുള്ളത് മാത്രമായിരുന്നു കേട്ടോ അപ്പോഴത്തെ ഒരു ആഗ്രഹം. കാരണം 12 മണിക്ക് ഇങ്ങനെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ പരിപാടി അത് കണ്ടിട്ട് ഇങ്ങനെ മെല്ലെ വീട്ടിലേക്ക് ഇങ്ങനെ പോകാം എന്നൊക്കെയായിരുന്നു പ്ലാന്. അപ്പോൾ ഇങ്ങനെ വെറുതെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇതിലൂടെയൊക്കെ തിരപ്പര നടന്നപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത് കേട്ടോ. നമ്മളെ ഈ കമ്പം പുഴുങ്ങിയിട്ടുള്ള ബട്ടറൊക്കെ ഇട്ടിട്ടുള്ള അതും കുരുമുളക് പൊടി ഇട്ടിട്ടുള്ളതും ഒക്കെ കൂടെ ഉണ്ട്. അപ്പോൾ അത് അവിടെ അങ്ങനെ കണ്ടപ്പോൾ എന്നാൽ അതൊന്ന് വാങ്ങി കഴിക്കാം എന്ന് വിചാരിച്ചു. അത് ഞങ്ങൾ 4 ഐറൂനും സ്പെഷ്യലായിട്ട് ഒന്ന് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ 4
വാങ്ങിയിട്ട് അതിൻ്റെ അടുത്ത് തന്നെ ഒരു ബസ് അകത്തേക്ക് ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അവിടെ ഇരുന്നിട്ട് ഞങ്ങളങ്ങനെ കഴിക്കണം. അവിടെ ആരും ഉണ്ടാകുന്നില്ല കേട്ടോ. ഞങ്ങൾ തട്ടുകടയിൽ പോയ സമയത്ത് ഒരുപാട് പെൺകുട്ടികളുണ്ടായത്. കുറേ പിന്നെ പെൺകുട്ടികളിങ്ങനെ ഞങ്ങളെപ്പോലെ തന്നെ ഇറങ്ങിയതാണോ ബാക്കിലൊക്കെ കണ്ടില്ലേ. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിവിടെ ഇരുന്ന് കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെയൊക്കെ ഒഴിവായി, ആരും കാണില്ല കേട്ടോ. പെണ്ണുങ്ങൾ അധികം ഒന്നും കാണില്ല, മുഴുവൻ ബോയ്സും കാര്യങ്ങളും. അവിടെ ആ തട്ടുകട ഈ തട്ടുകടയിൽ നിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചിരുന്നത്. മുന്നിൽ വേണ്ട അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. പിന്നെ ഞങ്ങൾ ബസ് സ്റ്റോപ്പ് അവിടെ ഇരുന്നിട്ടാണ് ഞങ്ങൾ ഈ ഒരു സാധനമൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കണത് കേട്ടോ. നല്ല സത്യം പറഞ്ഞാൽ നല്ലൊരു ഫീലായിരുന്നു. ഒരു രാത്രിയൊക്കെ ഇതുപോലെ ഇങ്ങനെ നമുക്ക് ഇരിക്കാൻ പറ്റും, പോകാൻ പറ്റും എന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇപ്പോൾ മോള് പറഞ്ഞു നമ്മളെന്താ അമ്മച്ചിയെ പോയാൽ നമുക്ക് എന്താ പ്രശ്നം, നമ്മളൊന്ന് പോയി നോക്കുക, എല്ലാവരും ഇങ്ങനെ പോകുന്നുണ്ടല്ലോ. മോള് ഇവിടെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനത്തെ പരിപാടി നടക്കൂല. അല്ലെങ്കിൽ നീനു വേണം, അല്ലെങ്കിൽ മോള് വേണം, ആരെങ്കിലും ഒരാളില്ലാതെ ഞാനതിനെ ഇറങ്ങൂല. നീനുട്ട് ഏതായാലും ഇല്ല, ഒക്കെ ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് അവിടെ ഭയങ്കര തിരക്കാണ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. ഡ്യൂട്ടി എന്താ പറയുക 12 മണിക്കൂറൊക്കെയാണ് ഇപ്പോൾ ഡ്യൂട്ടി ചെയ്യണത്. സാധാരണ 8-9 മണിക്കൂറുള്ള ഡ്യൂട്ടി ഇപ്പോൾ 12 മണിക്കൂറൊക്കെയാണ് ചെയ്യണത് കേട്ടോ. ഭയങ്കര ടയർഡ്. അപ്പോൾ ഇത് മോളുള്ളതുകൊണ്ട് ഒരു ധൈര്യത്തിൽ ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടതാണ്. നല്ല രസമുണ്ടായിരുന്നു. നല്ലൊരു എന്താ പറയുക ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. രാത്രി നട്ടപ്പാതിരാക്ക് ഇങ്ങനെ റോട്ടിലൂടെ അങ്ങ് നടക്കുക എന്ന് പറയുന്നത്. അറിയണ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡിനെ അറിയുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു. എന്താ ഇവിടെ നിൽക്കുന്നത്, വണ്ടി ഇല്ലേ, ഓട്ടോ കിട്ടാഞ്ഞിട്ടാണോ എന്നൊക്കെ ഉള്ള രീതിയിൽ ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾ ഓട്ടോക്ക് ഒന്നും വെയിറ്റ് ചെയ്ത് നിൽക്കില്ല, ഞങ്ങൾ വെറുതെ തേരാപ്പര നടക്കുകയാണ്. ഇനി അങ്ങനെ നേരെ വീട്ടിൽ ഇങ്ങനെ നടന്നു പോകും. അപ്പോൾ കുറേ നേരം ഇങ്ങനെ ഇരുന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു 11 കാലൊക്കെ ആയപ്പോൾ ഇങ്ങനെ അവിടെയൊക്കെ റോഡൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു. മമത കണ്ടോ, മമതയാണിത്, അതൊക്കെ ഇങ്ങനെ അടക്കൽ ഒടുങ്ങി. അവിടെ ക്ലീനിങ് പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കേക്ക് സ്റ്റുഡിയോൻ്റെ ഭാഗം മാത്രം അടച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ എന്തോ അവിടെ ഇങ്ങനെ നിൽക്കാൻ എന്തോ പോലെ. ഇനിയിപ്പോൾ ഇത്രയും നേരമായില്ലേ, ആരും കാണുന്നില്ല, ഒക്കെ ആണുങ്ങൾ മാത്രമേ ഉള്ളൂ. ആദ്യമൊക്കെ കുറേ നേരം ഞങ്ങൾ വന്ന ടൈമിലൊക്കെ ഒരുപാട് ഗേൾസ് ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ നമുക്ക് മടങ്ങിയാലോ അമ്മച്ചിയെന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ മെല്ലെ മന്ദം മടങ്ങിയിട്ടോ. അപ്പം ഇനിയൊന്നും ഇവിടെ അരീക്കോടല്ലേ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ഞങ്ങളുടെ നടന്ന് ഇങ്ങനെ പോകാൻ നല്ല രസമുണ്ടായിരുന്നു. കുറേ നേരം ഞാൻ എടുക്കും ഐറൂസിനെ. അത് കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം മോളും ഐറൂസിനെ എടുക്കും. അത് കഴിഞ്ഞാൽ ഇതും കുറേ നേരം എടുക്കും. അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ എടുത്ത് ഈ നടന്ന് ഇങ്ങനെ പോകുന്നതായതുകൊണ്ട് ഓരോരുത്തർ മാറി എടുത്ത് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. പിന്നെ ഇതാ ഞങ്ങളെ നടന്ന് ഇപ്പോൾ ഞങ്ങളുടെ സ്വന്തം നാട്ടിലെത്തി, തെങ്ങാടി എത്തി. ഇതായി ഈ ഒരു റോഡുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒഴിഞ്ഞ് ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ. ഇത് ഇതിൽ കൂടെ പോവുകയാണെങ്കിലും എപ്പോഴും നിറച്ച ആൾക്കാരുള്ള ഒരു സ്ഥലമാണ്. നമ്മൾ അവിടെ ഒരു ചായക്കട ഉണ്ട്, അവിടുത്തെ ചായ അടിപൊളിയാണെന്നാണ് കേട്ടിട്ടുള്ളത്. ഞാൻ കുടിച്ച് നോക്കിയിട്ടില്ല കേട്ടോ. അവിടെ ചായ കുടിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും, നല്ല സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ തന്നെ വൈകുന്നേരത്തേക്കുള്ള ചായക്കടയിൽ ഉള്ളിവട നെയ്വട ഒക്കെ വാങ്ങാറുള്ളത് ആ കടയിൽ നിന്നാണ് കേട്ടോ. അങ്ങനെ അവിടെയൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ ഒഴിഞ്ഞ് കടന്നിങ്ങനെ എന്താ പറയുക, അതുകൊണ്ട് തന്നെ ഞങ്ങൾ നല്ല ആർമതിച്ച് ഇങ്ങനെ ഓരോ പാട്ടും പാടി അങ്ങനെ അതിലൂടെ ഇങ്ങനെ പോകുന്നതാണ് നമ്മുടെ വീട്ടിലേക്ക് എത്തി. ഐറൂസാണെങ്കിൽ നല്ല മൂഡിലായിരുന്നു കേട്ടോ. നല്ല തട്ടുദോശയൊക്കെ നല്ല രീതിയിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു. വിശപ്പൊക്കെ മാറി നല്ല അടിപൊളി മൂഡിലായിരുന്നു. ഭയങ്കര കളി ചൂരിയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അവനൊക്കെ അമ്മ വാങ്ങി കൊടുത്തപ്പോൾ പിന്നെ പോപ്കോൺ ഇല്ലേ അത് വാങ്ങി കൊടുത്ത് ഭയങ്കര ഇഷ്ടമായി. അതാണ് ആ വായിലിങ്ങനെ ചമച്ചുകൊണ്ട് വരുന്നത് കേട്ടോ. നല്ല മൂഡിലായിരുന്നു അവന്. ഞാൻ വീഡിയോ ഓണാക്കുമ്പോഴേക്കും ഫോണൊക്കെ നോക്കിയിട്ട് ഓൻ എന്തൊക്കെയോ കോപ്പറേറ്ററെ കാണിക്കുന്നുണ്ട്. അപ്പം ഇന്ന് അവൻ്റെ ഒരു ദിവസം തന്നെയായിരുന്നു കേട്ടോ. ഇന്ന് ഞങ്ങൾ ഫുള്ള് ഓൻ്റെ ഓരോ ആവശ്യത്തിന് തന്നെയായിരുന്നു പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. ഓൻ്റെ ബർത്ത്ഡേ ആവാനായി. അപ്പോൾ അവൻ്റെ ബർത്ത്ഡേക്കുള്ള ഒരുക്കങ്ങളൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഏതായാലും അടുത്ത വീഡിയോയിൽ ഇടാം. അപ്പം ഇത് ഞാൻ ന്യൂ ഇയർ സ്പെഷ്യൽ ആയതുകൊണ്ട് ഇന്ന് തന്നെ ഇടാന്ന് കരുതി. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ ഇത് ഞങ്ങൾ കണ്ടോ 11:30 ആയപ്പോൾ ഇവിടെ എത്തിയിട്ടോ. പിന്നെ ഞങ്ങൾ ഇത് പുറത്തൊന്നും പരിപാടി ഉണ്ടാവില്ല എന്ന് കരുതിയിട്ടാണ് 11:30 ആയപ്പോൾ ഇവിടെ എത്തിയത്. പിന്നെ 12 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് സ്റ്റാറ്റസ് സ്റ്റോറിയൊക്കെ ആയിട്ട് കണ്ടത്. അതിൽ കൂടി ഞങ്ങൾ നിന്നില്ലേ, ഞങ്ങൾ ആ കഴിച്ചിരുന്ന ആ കേക്ക് സ്റ്റുഡിയോൻ്റെ ഒക്കെ ആ ഭാഗത്ത് ഭയങ്കര പരിപാടിയായിരുന്നു. അവിടെ 12 മണിയായപ്പോൾ കേക്ക് കട്ടിങ്ങും അടിപൊളി പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്ര ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് മിസ്സായി പോയി. സമയം ഒരു 10 മിനിറ്റ് കൂടി അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒന്നുകൂടി അടിച്ച് പൊളിക്കാമായിരുന്നു. എന്നാലും ഇതൊരു അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഒന്ന് വെറുതെ ഒന്ന് നടന്ന് പോകുന്നു എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു കുഞ്ഞു വീഡിയോ ഉള്ളൂ. ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണേ.